എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാവ് CPM-ലേക്ക് മുസ്ലിം ലീഗ് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റുമായിരുന്ന PK ജലീലാണ് CPM-ലേക്ക് എത്തുന്നത്. കളമശ്ശേരിയിലെ ലീഗ് സ്ഥാനാർത്ഥി നിർണയവും പാർട്ടി അവഗണനയുമാണ് ചുവടുമാറ്റത്തിന് പ്രധാനപ്പെട്ട കാരണം. മുസ്ലിം ലീഗുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു കേട്ടു. CPM-ലേക്ക് പോകുന്നു എന്ന് പറയുന്നത് എന്താണ്? അല്ല, ഞാൻ CPM-മായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. എന്തുകൊണ്ടാണ് പിന്നെ ലീഗ് വിടാൻ കാരണം? കാരണം ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായി സഖ്യം ചെയ്യുന്നു. അപ്പൊ ആ ആശയം മാറി. ഈ സ്ഥാനാർത്ഥി നിർണയമാണോ കാരണം? സ്ഥാനാർത്ഥി നിർണയത്തിന്റെ രീതിയോട് എതിർപ്പുണ്ട്. സ്ഥാനാർത്ഥി നിർണയിച്ച രീതി ശരിയല്ല. എന്ത് രീതിയാണ് അവർ അവലംബിച്ചത്? പാർട്ടിയുടെ ഒരു ഫോറവും ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടിക്ക് സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്, അതിന് മുകളിൽ ഭാരവാഹികളുടെ സംഘമുണ്ട്, പിന്നെ സെക്രട്ടേറിയറ്റ് ഉണ്ട്. ഇത് ഏതെങ്കിലും കൂടിയിരുന്നാണ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത്. സാദിഖ് അലി ശിഹാബ് സംസ്ഥാന പ്രസിഡന്റും ഒരു ജില്ലാ പ്രസിഡന്റായ അനിയന്തങ്ങളും കൂടിയാണ് കേൾക്കുന്നത്, അവര് മാത്രം. എന്നിട്ട് തീരുമാനമെടുക്കുന്നത് ഈ പറഞ്ഞ ഒരു ബോഡിയോ അല്ല, അവര് തന്നെ തീരുമാനിക്കും, ഒരു കുടുംബകാര്യം പോലെ. ഇനി തൊട്ട് രാജീവിന് വേണ്ടി പ്രവർത്തിക്കും. CPM-മായി ചേർന്നതുകൊണ്ട് രാജീവിന് വേണ്ടി പ്രവർത്തിക്കും. തീർച്ചയായും. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ജലീലിന്റെ പ്രശ്നം എന്താണ് പാർട്ടി വിടാനുണ്ടായ കാരണം തുറന്നു പറയുന്നത്? തിരിച്ചടി എന്ന് വേണമെങ്കിൽ ഈ PK ജലീലിന്റെ ഈ കൂടുമാറ്റത്തെ വേണമെങ്കിൽ മനസ്സിലാക്കാം. കാരണം മുൻ ജില്ലാ ലീഗിന്റെ വൈസ് പ്രസിഡന്റും യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റുമായിരുന്നു. MSF-ന്റെ പ്രവർത്തകനൊക്കെ ആയിരുന്നു. നീണ്ട വർഷക്കാലം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്ന PK ജലീലാണ് ഇപ്പോൾ CPM-ലേക്ക് ചേക്കേറിയിരിക്കുന്നത്. അതിൽ പ്രധാന കാരണം കളമശ്ശേരിയിലെ ലീഗ് സ്ഥാനാർത്ഥിയിലെ നിർണയവും പാർട്ടി അവഗണനയുമാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ലീഗിലെ സീനിയർ നേതാവും ദേശീയ സെക്രട്ടറിയുമായിരുന്ന TA അഹമ്മദ് കബീർ പക്ഷത്തെ നേതാവായിരുന്നു PK ജലീല്. VK ഇബ്രാഹിമിന്റെ കാലഘട്ടത്തിലൊക്കെ ഇവർ രണ്ട് ഗ്രൂപ്പായിട്ട് നിന്നിരുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. എന്തായാലും നിലവിൽ ഈ ഇബ്രാഹിമിന് ശേഷം പിന്നീടുണ്ടായ സ്ഥാനാർത്ഥി നിർണയത്തിലെ ആ ഒരു രീതി അത് ശരിയായില്ല. അത് ലീഗിന്റെ രീതിക്ക് ചേർന്ന നിലയിലല്ല ആ പ്രഖ്യാപനം ഉണ്ടായത് എന്നീ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതിൽ കാര്യമായ രീതിയിൽ ജില്ലയിൽ വലിയ രീതിയിലുള്ള അവഗണനയും മറ്റുമൊക്കെ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നു. ഇനി എന്തായാലും P രാജീവിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകും. ഇദ്ദേഹത്തോടൊപ്പം നിരവധിയായിട്ടുള്ള ലീഗ് പ്രവർത്തകരും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളുള്ള ആളുകളും തനിക്കൊപ്പം ഉണ്ട്. അവർക്കൊപ്പം ചേർന്നു നിന്നുകൊണ്ട് രാജീവിന് വേണ്ടി പ്രവർത്തിക്കും എന്നതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്.